بسم الله الرحمن الرحيم وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين وبعد. قال صلى الله عليه وآله وسلم: لا حسد إلا في اثنين: رجل آتاه الله القرآن وهو يقوم به آناء الليل وأطراف النهار، ورجل آتاه الله مالا وهو ينفقه آناء الليل وآناء النهار، أو كما قال صلى الله عليه وآله وسلم. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഹസദ് എന്ന് പറയുന്ന, അസൂയ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജന്മനാവുള്ള സ്വഭാവങ്ങളിൽ ഒന്നാണ്. അതിൽ രണ്ട് തരം അസൂയകളുണ്ട്. അത് ഒരു തരം അസൂയയാണ് ഖുർആനിൽ മിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ. ഖുർആൻ തന്നെ അല്ലാഹുവേ, അസൂയക്കാരൻ അസൂയപ്പെടുമ്പോൾ, മിൻ ശർരി ഹാസിദിൻ അസൂയയുള്ളവൻ, ഇദാ ഹസദ അസൂയപ്പെടുമ്പോൾ നീ എന്നെ കാക്കണേ. രണ്ടും രണ്ടാണ്. കത്തിയുള്ളവൻ കത്തിയെടുത്ത് വെട്ടുമ്പോൾ എന്നെ കാക്കണേ. അസൂയ എന്ന് പറയുന്നത് മറ്റൊരുത്തനിൽ കാണുന്ന നിഅമത്ത് ഇല്ലാതായി പോകണമെന്ന് ഹൃദയത്തിൻ്റെ താഴ്ഭാഗത്തുണ്ടാവുന്ന ഒരു ആഗ്രഹമാണ് അസൂയ, പൊറാമ, ജലസി. ഇത് ഖുർആൻ തന്നെ ഇത്ര ശക്തമായിട്ട് പാമ്പിനെക്കാളും വിഷമുള്ളവനാണ് അസൂയക്കാരൻ. അടുത്തവനിൽ കാണുന്ന നിഅമത്ത് അവനിക്ക് കണ്ടുടാ, അവനിക്ക് കാണുമ്പോൾ വല്ലാണ്ട് ബേജാറാവും. അതാണ് അസൂയ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി മാ ഖലഖ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം പെട്ടു, ആസ് എ ഹോൾ, ടോട്ടൽ. പക്ഷെ പ്രത്യേകമായിട്ട് ഇവനെ പറഞ്ഞു മിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ. എന്താണ് ഹസദ്? ഇറാദത്തുൽ ഖൽബ് സവാലി നിഅമത്തിൻ നാസ്. അവൻ്റെ വീടില്ല, അവൻ്റെ ഹൃദയം അങ്ങനെ ഈ വീടില്ലാണ്ടായി പോകണം. അവനിക്ക് കാറ്, അവൻ്റെ വസ്തു. ഇത് അസൂയ എന്ന് പറയും. ഇത് വിരോധിക്കപ്പെട്ടതാണ്. അസൂയുള്ളവൻ്റെ ദുആ അല്ലാഹ് കബൂൽ ചെയ്യില്ല. അല്ലാഹു തആല കൊടുത്തിരിക്കുന്ന നിഅമത്തുകളിൽ അതിന് എതിര് പ്രകടിപ്പിക്കുന്നവനാണ് അസൂയക്കാരൻ. അല്ലാഹു കൊടുക്കുന്നു, ഓരോരുത്തർ കൊടുക്കുന്നു. ആ സ്വഭാവമുള്ളവൻ്റെ അമലുകൾ ഇല്ലാതായി പോവും. യഅ്കുലുൽ ഹസദ് കമാ തഅ്കുലുൻ നാറുൽ ഹതബ്. തീ വിറകിനെ എങ്ങനെ എരിക്കുവോ ഇതുപോലെ അസൂയക്കാരൻ്റെ അമലുകളെ അസൂയ ഇല്ലാതാക്കും. ഒരുപാട് കാര്യങ്ങൾ ഹൃദയത്തിലുണ്ടായിരുന്നാൽ അല്ലാഹ് ശിക്ഷിക്കില്ല. അവനെ ചതിക്കണം എന്ന് കരുതിയാൽ, നമ്മൾ പഠിച്ചതനുസരിച്ച് വായ കൊണ്ട് പറഞ്ഞില്ലെങ്കിൽ അല്ലാഹ് ശിക്ഷിക്കില്ല. ചതിച്ചാൽ ശിക്ഷിക്കും. ഒരുത്തനെ പള്ളു പറയണം എന്ന് കരുതിയാൽ പള്ളു പറഞ്ഞാൽ മലക്കുകൾ എഴുതും. പക്ഷെ അസൂയ അങ്ങനെയല്ല. ഹൃദയത്തിലിരുന്നാൽ തന്നെ അവൻ്റെ അമലുകൾ അല്ലാഹ് സ്വീകരിക്കില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവൻ രോഗിയായി മാറും. അവനിക്ക് അവിടെ നോക്കുമ്പോൾ അവനക്ക് വലിയൊരു വീട്, ഹൃദയം. ഇവിടെ നോക്കുമ്പോൾ അവൻ്റെ മോൻ കാറിൽ പോകുന്നു, ഹൃദയം. മൻ റാഖബന്നാസ് മാത മഹ്മൂമൻ അലൈഹി. ജനങ്ങളെ നോക്കി 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 അവൻ്റെ വീട് നോക്കി, അവൻ്റെ കാറ് നോക്കി, അവസാനം
മഹ്മൂമൻ അലൈഹി, അതിൽ സങ്കടപ്പെട്ട് രോഗിയായി മാറും. അസൂയ, ഹസദ് എങ്ങനെയാണ് നമ്മളുടെ ഹസനാത്തുകളെ ഇല്ലാതാക്കുന്നത്? ഒരുത്തൻ ഒരു നല്ല വീടൊക്കെ വെച്ച് അവൻ സുഖമായിട്ട് ജീവിക്കുന്നു, അവൻ്റെ മക്കൾ അത് കാണുമ്പോൾ അവനോട് പൊറാമയും. അതെന്ത് ചെയ്യും? മനസ്സിലങ്ങനെ ഇരിക്കും. അവനെ കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു കളവ് പോലും പറഞ്ഞാൽ ഇവൻ ഉടനെ സപ്പോർട്ടിന് അവിടെ എത്തും. കാരണം ഇയാൾ അവിടെ ഇരിപ്പുണ്ട്. അവനെ കൊണ്ട് ആരെങ്കിലും ഒരു മോശമായത് പറഞ്ഞാൽ ആദ്യം സപ്പോർട്ട് ചെയ്യുന്ന ആരായിരിക്കും? സ്വീകാരൻ. അവനിക്ക് ഒരു നന്മ കണ്ടാൽ അതിനെ മറച്ചു കൊടുക്കും. അവന്റെ നിഅമത്തുകളിൽ അല്ലാഹ് ഇഷ്ടപ്പെടുന്നില്ല. അത് അവൻ ആതാഹുല്ലാഹു മിൻ ഫദ്ലി, ഒരുത്തർക്ക് ചെറിയ കോഴിക്ക് ചെറിയ കോഷണം വലിയ. അപ്പൊ ഹൃദയത്തിൽ, അതുകൊണ്ടാണ് അത് അഫ്ലഹ മൻ സക്കാഹ, ഹൃദയത്തെ ശുദ്ധീകരിച്ചവൻ അവനാണ് വിജയിച്ചവൻ. ഇന്ന ഫിൽ ജസദി മുദ്ഗതൻ ഇദാ സലഹത് സലഹൽ ജസദു കുല്ലു ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. നിങ്ങളുടെ ശരീരത്തിൽ മുദ്ഗ എന്ന് പറഞ്ഞാൽ വിഴുങ്ങാവുന്നത്, മുള്ളില്ലാത്ത ഒരു സാധനം. ഇതാണ് തിംല. നിങ്ങളുടെ ശരീരത്തിൽ എല്ലില്ലാത്ത ഒരു സാധനമുണ്ട്. ഇന്ന ഫിൽ ജസദി മുദ്ഗ എന്ന് പറഞ്ഞാൽ ആഹാരം, ഇംല, പഴങ്ങ പോലെ. ഇദാ സലഹത് സലഹൽ ജസദു കുല്ലു, അത് നന്നായാൽ നിങ്ങളുടെ ശരീരം മുഴുവനും നന്നായി. ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു, അത് ഇല്ലാണ്ടായിപ്പോയാൽ നിങ്ങളുടെ ശരീരം മുഴുവനും പാമ്പിൻ്റെ ശരീരം പോലെ, അതിനേക്കാളും ദുഷിച്ച ശരീരമായിട്ട് മാറും. ഈ ഹദീസ് മെഡിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് വിശദീകരിച്ചാലും ഇറ്റ് ഈസ് ഓൾവേസ് കറക്റ്റ്. ഹാർട്ട്, കൈ മുറിഞ്ഞവൻ ജീവിക്കും, കാല് മുറിഞ്ഞവൻ ജീവിക്കും, കണ്ണു മുറിഞ്ഞവൻ ജീവിക്കും. അള്ളാഹു കാക്കട്ടെ. ഹൃദയം പോയാൽ സുബ്ഹാനല്ലാഹ്. ഞാനെപ്പോഴും പറയും, രണ്ട് രീതിയിൽ യു ക്യാൻ എക്സ്പ്ലെയിൻ ദിസ് ഹദീസ്. വൺ വേ, ദ എക്സ്പ്ലനേഷൻ ഓൾറെഡി ഈസ് ഇൻ ദ ബുക്ക്. ഹൃദയം നന്നായാൽ, ഹൃദയം കൊണ്ടാണ് അള്ളാഹുവിനോട് സംസാരിക്കുന്നത്. ഹൃദയത്തിലാണ് ഈമാൻ്റെ ഭാഗം, ഹൃദയത്തിലാണ് സ്നേഹം, ഹൃദയത്തിലാണ് ഇൽമ്, ഹൃദയത്തിലാണ് ഭയം, ഹൃദയത്തിലാണ് തഖ്വ. അള്ളാഹുവിനോട് സംസാരിക്കുന്നത് ഈ കയ്യും കാലും സംസാരിക്കില്ല. അലീമും ബിദാത്തി സുദൂർ. ഒരു കൂട്ടം ആളുകൾ വായ കൊണ്ട് ചോദിക്കില്ല, ഹൃദയം കൊണ്ട് ചോദിക്കും. ആ ഹൃദയത്തെ നമ്മൾ സുജൂദ് ചെയ്യുന്ന നമ്മൾ ഹൃദയം ശുദ്ധിയായിട്ട് സൂക്ഷിക്കുക. അടുത്തവനിക്ക് നിഅമത്തുകൾ വരുമ്പോൾ അപ്പം ഇതിൽ രണ്ട് സൈസ് ആളുകളുണ്ട്. ചില ആളുകൾ അവൻ്റെ വീടാണല്ലോ, അയാൾ പോവും, അത് മസൂയ തന്നെ. ചില ആളുകൾ ഇവനിക്ക് വീടില്ലേ, ഇവനാണ് ഖുർആനിൽ പറഞ്ഞത് സെക്കൻഡ് പേഴ്സൺ. അവന് മറ്റവനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കൂ. നമ്മളെക്കുറിച്ച് കൂട്ടുകാരിൽ ഒരു കൂട്ടം ആളുകളുണ്ട്. ഖൽബുഹു തർആനി ഐനുഹു തറാനി, കണ്ണെന്നെ നോക്കിക്കൊണ്ടേയിരിക്കൂ. ഖൽബോ, അവനോട് പോയി, എന്നോട് പോയി, അവിടെ പോയി ആ ചോദിച്ചറിയും. എന്തിനാ? അവൻ്റെ ഹൃദയം ഞാൻ ഈ പറഞ്ഞ മിൻഷർരി ഹാസ്, നമ്മളെ കൂട്ടത്തിൽപ്പെടരുത്. അവനിക്ക് അള്ള കൊടുത്തില്ലെങ്കിൽ എനിക്ക് കിട്ടുകയുമില്ല, അവനിക്ക് കിട്ടിയത് എനിക്ക് കിട്ടാണ്ടിരിക്കുകയോ ഇല്ല. വലിയ കോഴിക്ക് വലിയ കഷ്ണം, ചെറിയ കോഴിക്ക് ചെറിയ കഷ്ണം. ഹൃദയത്തെ പഠിപ്പിക്കുക, വിശാലമായ മനസ്ഥിതി ഉള്ളവരായി മാറുക. അള്ളാഹു തൗഫീഖിനെ തരുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക മെനു ഇവിടെ ഇരിക്കുന്നു കേട്ടോ, മെനു അനദറുടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد.
وعلى آله وصحبه وسلم والحمد لله رب العالمين. وعلى محمد صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله.